എടുക്കേണ്ടത് SQL ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് SQL എന്ന് നോക്കാം. SQL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ ഡാറ്റാബേസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് designed for the retrieval and management of data in a relational database. റിലേഷണൽ ഡാറ്റാബേസിലുള്ള ഡാറ്റാസിനെ മാനേജ് ചെയ്യാനും അതിലെ ഡാറ്റാസിനെ റിട്രീവ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്, ഡാറ്റാബേസ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. SQLന്റെ ഫുൾ ഫോം SQL stands for Structured Query Languages. Okay, then in this tutorial we will give you a quick start to SQL. നമുക്കൊരു ബേസിക് ഐഡിയ SQLനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് ഐഡിയാസിലൂടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോസിലൂടെ പോകുന്നത്. ഓക്കെ, ഇനി SQL structured query language SQL, which is a computer language for storing, manipulating and retrieving data stored in a relational database. റിലേഷണൽ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും അതിലേക്ക് ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. ഓക്കെ, SQL സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഫോർ റിലേഷണൽ ഡാറ്റാബേസ് സിസ്റ്റം. ഓൾ ദ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം RDBMS ലൈക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് SQLs ഉണ്ട്. MySQL, MS Access, Oracle, Sybase, Informix, Postgres and SQL സെർവർ യൂസ് SQL ആൻഡ് ഇതൊക്കെ അതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് എണ്ണം മാത്രമാണ്. ദെൻ പിന്നെ അതിൽ കുറെ ഡയലക്ട്സ് ഉണ്ട്, സച്ച് ആസ് MySQL സെർവർ യൂസിങ് TSQL, Oracle യൂസിങ് PLSQL, MS Access versions of SQL is called Jet SQL. ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ഡയലക്ട്സ് ഈ ഒരു SQLന് ഉണ്ട് താനും. ഓക്കെ, ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഫസ്റ്റ് എന്താണ് SQL എന്ന് പറഞ്ഞിടത്ത് തന്നെ അതിൽ ഒരു അപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. SQL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എ വൈഡ്ലി യൂസ്ഡ് ക്വറി ലാംഗ്വേജ് ഓവർ ദി ഡാറ്റാബേസ്. ഡാറ്റാബേസിലുള്ള ഡാറ്റാസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. It allow users to access data in the relational database management system. റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഡാറ്റാസിനെ ആക്സസ് ചെയ്യാൻ നമ്മൾ ഇത് സഹായിക്കുന്നു. ദെൻ users to describe the data, users to define the data in a database and manipulate the data, allow to embed within our language using SQL modules, libraries and pre-compilers, and allow users to create and drop database and tablesനെ ക്രിയേറ്റ് ചെയ്യാൻ, ഡ്രോപ്പ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. വേറെ we have to embed with other languages. SQL അല്ലാതെ നമുക്ക് ജാവനേറ്റും C++, പൈത്തൺ ഒക്കെ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനേറ്റ് എംബഡ് ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, SQL യൂസ് ചെയ്യാം. Then allow users to create view stored procedures functions in a database. SQLന്റെ അല്ലെങ്കിൽ ഡാറ്റാബേസിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വ്യൂസിനെ ക്രിയേറ്റ് ചെയ്യാനും സ്റ്റോർ പ്രൊസീജിയർ ഫങ്ഷൻസ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, SQLനെ യൂസ് ചെയ്യുന്നുണ്ട്. Allow users to set permission on tables and procedures and views. യൂസേഴ്സിന് ഓതറൈസേഷൻ കൊടുക്കാൻ വേണ്ടി, ടേബിൾ ഡാറ്റാസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓതറൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, SQL യൂസ് ചെയ്യുന്നുണ്ട്. ഇനി SQLന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ SQL ആദ്യമായിട്ട് ഫൈൻഡ് ചെയ്തത് ഡോക്ടർ എഡ്ജർ എഫ് ടെഡ് കോഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഓഫ് IBM, ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ദ റിലേഷണൽ ഡാറ്റാബേസ്. ഡോക്ടർ എഡ്ജർ എഫ് ടെഡ് ആണ് എന്ത് പറയുന്ന ഫാദർ ഓഫ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഹി ഡിസ്ക്രൈബ്ഡ് എ റിലേഷണൽ മോഡൽസ് ഫോർ ഡാറ്റാബേസസ് in 1970. After that, the 1974 structured query language appeared, and 1978 IBM worked to develop code's idea and release a product named System R. കോഡ്സിന്റെ ഐഡിയ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് റിലീസ് ചെയ്തു. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് System R.
1986 IBM developed the first prototype of relational database and standardized by ANSI. ANSI American National Standard Institute അതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ പ്രോട്ടോടൈപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു ഇൻ 1986. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ കുറച്ച് ഹിസ്റ്ററി കേസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന SQL പ്രോസസ്. വെൻ we are executing an SQL commands for any RDBMS, the system determines the best way to carry out your request and SQL engine figures out how to interpret the task. നമുക്ക് ഒരു കമാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഈ SQL പ്രോസസ്സിൽ പറയുന്നത്. ഇതിൽ ഒരുപാട് കമ്പോണൻസ് ഇൻക്ലൂഡഡ് ആണ്. ക്വറി ഡിസ്പാച്ചർ, ഒപ്റ്റിമൈസേഷൻ എൻജിൻ, ക്ലാസിക് ക്വറി എൻജിൻ ആൻഡ് SQL ക്വറി എൻജിൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാനുണ്ട്. എ ക്ലാസിക് ക്വറി എൻജിൻ ഹാൻഡിൽസ് ഓൾ ദ നോൺ SQL queries, but a SQL query engine would not handle logical files. ഇത് അതിൻ്റെ ഒരു സിമ്പിൾ ആർക്കിടെക്ചർ ആണ്, SQL ആർക്കിടെക്ചർ ആണ്. SQL ക്വറി നമ്മൾ കൊടുക്കുന്ന ക്വറി ലാംഗ്വേജ് പ്രോസസ്സർ DBMS എൻജിനിലൂടെ ഫിസിക്കൽ ഡാറ്റാബേസിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാസറും ഒപ്റ്റിമൈസറും ഉണ്ടായിരിക്കും ക്വറി ലാംഗ്വേജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ DBMS എൻജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ മാനേജറും ട്രാൻസാക്ഷൻ മാനേജറും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് SQL കമാൻഡ്സിലേക്ക് പോവാം. SQL commands to interact with the relational database. റിലേഷണൽ ഡാറ്റാബേസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SQL commands എന്ന് പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് 3 തരത്തിലാണ് SQL commands ഉള്ളത്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആൻഡ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഫസ്റ്റ് ഓഫ് ഓൾ we have to discuss with the data definition language. Okay, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ നമ്മൾ പുതുതായിട്ടൊരു ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യുന്നതും ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസിനെ ഓൾട്ടർ ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്ത് പോകുന്നതുമായ കാര്യങ്ങളാണ് മെയിനായിട്ട് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിൽ വരുന്നത്. ഈ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു ഈസി ആയിട്ടൊരു മാർഗം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഓരോ കമാൻഡിന്റെ കൂടെയും എന്തുണ്ടായിരിക്കും, ടേബിൾ എന്നുള്ളൊരു പേര്, ടേബിൾ എന്ന് പറയുന്ന കീവേഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് ക്രിയേറ്റ് എ ന്യൂ ടേബിൾ, എ വ്യൂ ഓഫ് എ ടേബിൾ ഓർ അതർ ഒബ്ജക്ട്സ് ഇൻ ദി ഡാറ്റാബേസ്. ഒരു ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാനാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കമാൻഡ് വർക്കൗട്ട് ചെയ്യുന്നത് ക്രിയേറ്റ് ടേബിൾ. ഈ ടേബിൾ എന്ന് പറയുന്ന കീവേഡ് ഇതിനോട് കൂടി നമ്മൾ യൂസ് ചെയ്യും. ഇനി ഓൾട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഓൾട്രേഷൻ അല്ലേ. എന്താണ് ഓൾട്രേഷൻ? ഒന്നെങ്കിൽ അതിലുള്ള കണ്ടന്റിനെ നമ്മൾ പുതുതായിട്ട് കുറച്ച് കണ്ടന്റ് കൂടി അതിലേക്ക് ആഡ് ചെയ്യും, അതല്ലെങ്കിൽ അതിലുള്ള കണ്ടന്റിനെ നമ്മൾ കുറച്ചും കൂടെ റിഡ്യൂസ് ചെയ്യും. മോഡിഫൈസ് ആൻ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ഒബ്ജക്റ്റ് സച്ച് ആസ് എ ടേബിൾ. അതിൽ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്യും. ദെൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ആൻ എൻറ്റയർ ടേബിൾ, എ വ്യൂ ഓഫ് ടേബിൾ ഓർ അതർ ഒബ്ജക്ട്സ് ഇൻ ദി ഡാറ്റാബേസ്. ആ ടേബിളിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് പോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡ്രോപ്പ് ടേബിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇൻ ദിസ് വി ആർ മോർ കോൺസെൻട്രേറ്റ് ഓൺ ദ ഡാറ്റാബേസിലുള്ള ഡാറ്റേനെയാണ് ഇത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നേരത്തെ ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ അതിൽ യൂസ് ചെയ്യുന്ന ഡാറ്റക്കാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കമാൻഡ്സ് നമ്മളിവിടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. സെലക്ട് എന്ന് പറഞ്ഞാൽ റിട്രീവ്സ് certain records from one or more tables. ഒന്നോ അതിലധികമോ ടേബിളിൽ നിന്ന് റെക്കോർഡുകളെ, അതായത് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റോ അല്ലെ, റോ വൈസ് ഇൻഫോർമേഷനെ റിട്രീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് സെലക്ട് എന്ന് പറയുന്നത്. ഇനി ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസിലേക്ക് റെക്കോർഡ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇൻസേർട്ട് എന്ന് പറയുന്ന കമാൻഡ്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻസ് ഓൺ ദ റെക്കോർഡ്സ് ആൻഡ് ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് റെക്കോർഡ്സ്.
ഇനി മൂന്നാമത്തെ ടൈപ്സ് ഓഫ് കമാൻഡ് ആണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ട് തരത്തിലാണ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്, ഗ്രാൻഡ് ആൻഡ് റിവോക്ക് എന്ന് പറയുന്നത്. ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഗീവ്സ് എ പ്രിവിലേജ് ടു യൂസേഴ്സ്, ഓതറൈസേഷൻ കൊടുക്കുക, നമ്മുടെ ഡാറ്റാബേസിലേക്ക് ഒരു ഓതറൈസേഷൻ കൊടുക്കുന്നതിനെയാണ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. ഇനി കൊടുത്ത ഓതറൈസേഷനെ ടേക്സ് ബാക്സ്, റിട്രീവ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഓതറൈസേഷനെ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് റിവോക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു SQL കമാൻഡിന്റെ അല്ലെങ്കിൽ ഒരു SQL ലാംഗ്വേജിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് നമ്മൾ പറയുന്നത്. അതിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ഉണ്ടാവുക. ഡിക്ലറേഷൻ ഉണ്ടാവും, എക്സിക്യൂട്ടബിൾ കമാൻഡ്സ് ഉണ്ടായിരിക്കും, എക്സെപ്ഷൻ ഹാൻഡ്ലിങ്സ് ഉണ്ടായിരിക്കും. ഇവിടെ നോക്കുക, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒരു ഇതാണ് ഡിക്ലറേഷൻ പാർട്ട്. ഓക്കെ, ഡിക്ലറേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങളാണോ അതിൽ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ വേരിയബിൾസ് ആണ്, അതിന്റെ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ നമ്മളൊരു C പ്രോഗ്രാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം മെയിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് നമ്മൾ ഡിക്ലറേഷൻ സെക്ഷൻ ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പക്ഷെ നമ്മൾ ഡിക്ലെയർ എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ ഒരു കീവേഡിന്റെ സഹായത്തോടെയാണ് ഡിക്ലറേഷൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. This section starts with the keyword declare. It is an optional section and it defines all variables, cursors, subprograms and other elements to be used in the programs. ഇനി രണ്ടാമത്തെ കേസ് ആണെങ്കിൽ എക്സിക്യൂട്ടബിൾ കമാൻഡ്സ്. This section is enclosed between the keyword begin and end. Begin and end എന്ന് പറയുന്ന രണ്ട് കീവേഡ്സിന്റെ ഉള്ളിലാണ് ഈ എക്സിക്യൂട്ടബിൾ കമാൻഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ മാൻഡറ്ററി സെക്ഷൻ. ഇത് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട കേസാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ എക്സിക്യൂട്ടബിൾ PL/SQL സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദി പ്രോഗ്രാം. SQL കമാൻഡ്സുകൾ അല്ലെങ്കിൽ SQL queries ആണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുക. ഇറ്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 എക്സിക്യൂട്ടബിൾ ലൈൻ ഓഫ് കോഡ് which may just null command to indicate that nothing should be executed. ഇനി ഒന്നും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനില്ലെങ്കിൽ ഒരു null command എങ്കിലും നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി നോക്കാം, മൂന്നാമത്തെ കേസാണ് എക്സെപ്ഷൻ. എക്സെപ്ഷൻസ് ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ ദിസ് സെക്ഷൻ സ്റ്റാർട്ട് വിത്ത് കീവേഡ് എക്സെപ്ഷൻ. ദിസ് ഓപ്ഷണൽ സെക്ഷൻ or sections that handles the errors in the programs. എറർ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സെപ്ഷൻ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ പ്രോഗ്രാംസ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഡാറ്റനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഡിക്ലറേഷൻ സെക്ഷൻ കൊടുത്തു. അവിടെ ഒരു വേരിയബിളിന് നമ്മൾ ഡിക്ലെയർ ചെയ്തു, മെസ്സേജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതിലേക്ക് വേരിയബിൾ ക്യാരക്ടറായിട്ട് ഹലോ വേൾഡ് എന്ന് പറയുന്ന വാല്യൂസ് കൊടുത്തു. ദെൻ അതിന്റെ എക്സിക്യൂഷൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ബിഗിൻ ആൻഡ് എൻഡിന്റെ ഇടയിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ജസ്റ്റ് തന്നിരിക്കുന്ന ആ ഒരു മെസ്സേജിനെ പ്രിന്റ് ചെയ്യാൻ DBMS ഔട്ട്പുട്ട് ഡോട്ട് പുട്ട് ഡോട്ട് ലൈൻ എന്നുള്ള മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് പ്രിന്റ് ചെയ്തു. ഇനി എല്ലാ സ്റ്റേറ്റ്മെന്റും എൻഡ് ചെയ്യുന്നത് സെമിക്കോളൻ വെച്ചിട്ടാണ്. ഇതിന്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹലോ വേൾഡ് PL/SQL പ്രൊസീജിയർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറയാനുള്ളത്. അതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറയാം. താങ്ക് യു.